ഈശോയുടെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നോമ്പുകാല ധ്യാനചിന്തയുടെ കഴിഞ്ഞ 2 എപ്പിസോഡിലായി ആദ്യത്തെ എപ്പിസോഡിൽ യേശുക്രിസ്തു ആരെന്നും രണ്ടാമത്തെ എപ്പിസോഡിൽ ക്രിസ്ത്യാനി ആര് എന്നും നമ്മൾ ധ്യാനിച്ചു. മൂന്നാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വരാനുള്ള കാരണം എന്ത്, അതിന്റെ കാരണമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇപ്പോ ആദ്യ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളുടെ ഖുർആനും പറയുന്നുണ്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണെന്ന്. ബൈബിളും പറയുന്നു യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം എന്തിന് മനുഷ്യനായി എന്ന ചോദ്യം ഞാൻ ഖുർആനിനോട് ചോദിച്ചപ്പോൾ ഖുർആൻ തന്ന മറുപടി എന്താണെന്നറിയോ? മുസ്ലിമീങ്ങളുടെ ഖുർആനിന്റെ 10-ാം അധ്യായം 94-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ആർക്കെങ്കിലും ഈ ഖുർആനിനകത്ത് സംശയമുണ്ടെങ്കിൽ അവർ അൽ കിതാബ് വായിക്കണം എന്ന്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ദി ബുക്ക്. ഒന്നും കൂടെ പറഞ്ഞാൽ തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോറ, നബിയും, കെറ്റുബീൻ ആൻഡ് ഏവങ്കേലിയോൺ, സമ്പൂർണ്ണ ബൈബിളിനെയാണ് അൽ കിതാബ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ അൽ കിതാബ് വായിച്ചവർ ആരാന്ന് ചോദിച്ചാൽ അത് യഹൂദന്മാരുമാണ്, അത് ക്രിസ്ത്യാനികളുമാണ്. അപ്പൊ യേശു ക്രിസ്തു എന്തിന് മനുഷ്യനായി വന്നു എന്ന ചോദ്യത്തിന് ഖുർആൻ തരുന്ന മറുപടി നിങ്ങൾ പോയി യഹൂദരോടോ ക്രിസ്ത്യാനികളോടോ ചോദിക്കാം. യഹൂദരോട് ചോദിച്ചിട്ട് കാര്യമില്ല, ദേ ആർ സ്റ്റിൽ വെയിറ്റിംഗ്, ദേ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഇസ് ദിസ് മസായ. പക്ഷേ ക്രിസ്ത്യാനികളോട് ചോദിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനമാണ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബൈബിൾ കോളേജിൽ എത്തുന്നത്. അപ്പൊ ബൈബിൾ കോളേജിൽ നിന്ന് ഞാൻ ഇത് പഠിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങളാണ് നിങ്ങളെ ഇപ്പൊ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യനായത് എന്ന ചോദ്യത്തിന് തുല്യമായ ഒരു ചോദ്യമാണ് എന്തിനാണ് ഭൂമിയിൽ മതങ്ങൾ ഉണ്ടായത് എന്ന്. തുല്യമായ ചോദ്യമാണ്. ഇപ്പൊ ഭൂമിയിലുള്ള മതങ്ങൾ എടുത്താൽ ഹിന്ദു മതം, ജൈന മതം, ബുദ്ധമതം, സിഖ് മതം, ടാവോയിസം, കൺഫ്യൂഷനിസം, ഷിൻഡോയിസം, സൊറോസ്ട്രിനിസം, ജൂഡായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, മാവോയിസം, മോട്ടിസം, ഇങ്ങനെ ഒത്തിരി മതങ്ങൾ ഉണ്ടായിട്ട്. മതങ്ങളെ കുറിച്ച് പിന്നീട് ഒരു എപ്പിസോഡിൽ വ്യക്തമായി പഠിപ്പിക്കും. മതങ്ങളിൽ ചരിത്രാതീത മതങ്ങളുമുണ്ട്, ചരിത്രത്തിലുള്ള മതങ്ങളും. ഈ മതങ്ങളെല്ലാം ഉണ്ടായതിന്റെ കാരണവും യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിന്റെ കാരണവും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്നാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, സത്യമായും കുറെ പ്രശ്നങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്ത് മെഡിറ്റേറ്റ് ചെയ്താൽ ഈ ഭൂമിക്ക് ചില പ്രശ്നമുണ്ട്. ഒന്ന്, ഭൂമി നമ്മൾ വിചാരിക്കും നല്ല സാധനമാണ്, അല്ലെ? എന്ത് മനോഹരമായത്. നമ്മൾ ഒത്തിരി കുഴിച്ചിടുമ്പോൾ, നമ്മൾ വിത്ത് കുഴിച്ചിടുമ്പോൾ നമുക്ക് ഫലങ്ങൾ തരും, പിന്നെയും കുഴിക്കുമ്പോൾ നമുക്ക് വെള്ളം തരും, അറബി കുഴിക്കുമ്പോൾ ക്രൂഡ് ഓയിൽ തരും, പിന്നെ പലരും കുഴിക്കുമ്പോൾ ഇരുമ്പ് കിട്ടും. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം തരും. ഭൂമിനെ ചവിട്ടി മരിച്ചാലും കുഴപ്പമില്ല, ഭൂമിയുടെ പുറത്ത് കറക്കിച്ച് തുപ്പിയാലും കുഴപ്പമില്ല, ഭൂമിയോട് എന്ത് ദ്രോഹം ചെയ്താലും ഭൂമി നന്മ ചെയ്യും. അപ്പൊ ഭൂമിയോളം താഴണം, ഭൂമിയോളം ക്ഷമിക്കണം എന്നൊക്കെ മാതാപിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഭൂമിക്ക് ഇത് മാത്രമല്ല, ഭൂമിക്ക് ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? ചില സമയം ഭൂമി ഒരു സെക്കൻഡ് ഒന്ന് കുലുങ്ങിത്തരും. ഒരു ചെറിയ അനങ്ങുമ്പോഴേക്ക് വലിയ പടുകൂറ്റം ബിൽഡിംഗ് എല്ലാം പപ്പടം പോലെ പൊടിഞ്ഞങ്ങ് പോവുകയാണ്. അപ്പൊ ഭൂമിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതുപോലെ എല്ലാവരും പറയും കടൽ നല്ലതാ, കടൽ അമ്മയാന്ന് പറയും. പക്ഷെ കടൽ അത്ര നല്ലതൊന്നുമല്ല. ചെറിയൊരു സുനാമി എന്ന് പറഞ്ഞല്ലോ, റോക്കി എന്ന് പറഞ്ഞ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ കടലിനും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ കടലിനും കുഴപ്പമുണ്ട്. പിന്നെ ആകാശം നല്ലതാന്ന് വിചാരിക്കേണ്ട. ഒരു ഇടിമിന്നൽ വീണ എന്തായി, മഴ പെയ്യാതിരുന്ന എന്തായി, ഓവറായി മഴ പെയ്താ എന്തായി. അപ്പോ ഈ പ്രകൃതിക്ക് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഭൂമിക്കും കടലിനും കാറ്റിനും പ്രശ്നമുണ്ട്. പിന്നെയോ മനുഷ്യന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനുഷ്യരുടെ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ പ്രശ്നം എന്താ? ഓരോ മനുഷ്യന്റെ ഉള്ളിൽ അവൻ അറിയാം അവൻ നന്നായി ജീവിക്കണം. അപ്പൊ ഇവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ ഇവന് ഭയങ്കര കുറ്റബോധമാണ്. അവനോട് തന്നെ വെറുപ്പായി, അവന് തന്നെ ശത്രുവായി മാറുകയാണ് പാപം ചെയ്യുന്നത് മൂലം. ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം. അവന്റെ ഉള്ളിൽ തന്നെ അവൻ രണ്ടായി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനസ്സിനൊട്ടും സമാധാനമില്ല. മനുഷ്യനാകെ അസമാധാനക്കേടാണ്. നിരാശ, ദുഃഖം, സങ്കടം, ആകുലത, വൈരാഗ്യം, കോപം, വെറുപ്പ്, ഭയം, നീരസം, മടി എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങളാണ്. അതൊരു മിച്ചർ പോലെ ഇങ്ങനെ മനസ്സിൽ പലതും കയറി കളിക്കുന്നതുകൊണ്ട് ഒട്ടും സമാധാനം ഇല്ലാത്ത അവസ്ഥ. മൂന്നാമത് മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും എന്തെങ്കിലും ഒരു രോഗമുണ്ട്, വേണ്ടാന്നുണ്ട്, പക്ഷെ ശരീരം അത് അംഗീകരിക്കുന്നില്ലല്ലോ. പല വൈറസിനെയും വലിച്ചു കയറ്റി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നാലാമത് മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മനുഷ്യര് സാമ്പത്തികമായ ബുദ്ധിമുട്ടും അതുപോലെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കുടുംബ തകർച്ചയിലേക്ക് പല പ്രശ്നങ്ങളിലേക്ക് പോവാണ്. അഞ്ചാമത് മനുഷ്യന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുടുംബത്തിലുള്ള പ്രശ്നമാണ്. ഭാര്യയും മക്കളും തമ്മിൽ എപ്പോഴും വഴക്ക്.
ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്ക്, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും വഴക്ക്, ഇങ്ങനെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളതാണ്. ആറാമത് മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സമൂഹ ജീവിതത്തിലും അവൻ വേദന അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരിൽ പലരും നിങ്ങളെ ഉപദ്രവിക്കുന്നു. അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല, അവർക്ക് നിങ്ങളോട് അസൂയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് അസൂയ, അവർ നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, നിങ്ങളുടെ വിവാഹം മുടക്കുന്നു, നിങ്ങളുടെ അതിര് മാന്തുന്നു, നിങ്ങളെ പറ്റി ഇല്ലാത്ത പറഞ്ഞു നടക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ ചിലർ നിങ്ങൾ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ മനുഷ്യന് വ്യക്തിപരമായിട്ട് 6 പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടെത്തുക. ഈ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും ഈ 6ൽ ഒന്നായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്ന എന്തൊക്കെയാണെന്ന് പ്രശ്നം: നിങ്ങളുടെ സമൂഹത്തിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, മാനസികമായ പ്രശ്നം, ആത്മീകമായ പ്രശ്നം. ഈ പ്രശ്നങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ് ലോകത്തുള്ള സകല പ്രശ്നങ്ങളും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മളുടെ Love of the beautiful.